ശ്രീ ആർ വി ബാബു, ഇവിടെ സേനാപതി വേണു ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രവിഭജനത്തിന് കാരണം ഹിന്ദു മഹാസഭയും RSSും ഒക്കെയാണ് എന്നുള്ളതാണ്. കാരണങ്ങളിൽ ഒന്ന്, ഞാൻ കാരണമെന്നല്ല പറഞ്ഞേ, ഉത്തരം പറയാം. ആദ്യം തന്നെ ശരി, സേനാപതി വേണു, താങ്കൾ ചരിത്രം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. ഞാൻ ആദ്യം തന്നെ സേനാപതി വേണു പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാ തുടങ്ങിയത് എന്ന് സേനാപതി വേണുവിന് അറിയാം. ഞാൻ പറഞ്ഞോട്ടെ സേനാപതി വേണു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിനും അവരുടെ സ്ഥാപകന്റെ ആ ഫോട്ടോ അവരുടെ ഓഫീസിൽ വെക്കാനുള്ള യോഗം ഉണ്ടാവും. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ യോഗമില്ല. അതിൻ്റെ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത് ബ്രിട്ടീഷുകാരനാണ്, A.O. ഹ്യൂമാണ്. A.O. ഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് വില്യം വെഡർബോൺ. ആ ജീവചരിത്രം എഴുതിയിട്ട് A.O. ഹ്യൂം. ഞാൻ ശ്രീ ആർ വി ബാബു അങ്ങനെ ഇടപെടുവല്ല. തിരുവനന്തപുരത്തെ KPCC ഓഫീസിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ പടം AICC പ്രസിഡന്റുമാരുടെ അധ്യക്ഷന്മാരുടെ ഇതിൽ വെച്ചിരിക്കുന്നത്, അധ്യക്ഷനല്ല സ്ഥാപക നേതാക്കൾ വെച്ചിരിക്കുന്ന A.O. ഹ്യൂമിന്റെ പടമാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സന്ദേഹമോ മടിയോ ഒന്നുമില്ലല്ലോ. കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം ആണെന്നുള്ള കാര്യം ആർക്കാ തർക്കമുള്ളത്? സേനാപതി വേണു, ശ്രീ ആർ വി ബാബു തുടരും. അല്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെടുന്നുണ്ട്. ഒരു ചർച്ചയിലും മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇടപെടാത്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. സോറി. താങ്കൾക്ക് തീർച്ചയായിട്ടും സമയം കിട്ടും. ആർ വി ബാബു തുടരും. ശരി, അപ്പോ A.O. ഹ്യൂമിന്റെ ചിത്രം അദ്ദേഹം ഈ മ്യൂസിയത്തിൽ കാഴ്ച ബംഗ്ലാവിലൊക്കെ വെച്ചിട്ടുള്ള പോലെ A.O. ഹ്യൂമിന്റെ ചിത്രം KPCC ഓഫീസിലും കണ്ട് വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ബാക്കി നമ്മൾ കോൺഗ്രസ് യോഗങ്ങളിൽ എവിടെയും കോൺഗ്രസ് പരിപാടികളിൽ എവിടെയും കോൺഗ്രസ് സ്ഥാപകന്റെ ചിത്രം വെക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് A.O. ഹ്യൂമിന്റെ. പക്ഷേ A.O. ഹ്യൂം എന്തിനാണ് ഈ കോൺഗ്രസ് തുടങ്ങിയത്? A.O. ഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള വില്യം വെഡർബോൺ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എ സേഫ്റ്റി വാൽ ഫോർ ദി എസ്കേപ്പ് ഓഫ് ഗ്രേറ്റ് ആൻഡ് ഗ്രോയിങ് ഫോഴ്സസ് generated by our own action was urgently needed and no more efficacious safety valve than our Congress movement could possibly be devised. അതായത് ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ദേശീയ വികാരത്തെ പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ഒരു സേഫ്റ്റി വാൽവ് അനിവാര്യമായിരുന്നു. ആ സേഫ്റ്റി വാൽവ് എന്ന നിലയ്ക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് 1885 എന്ന് എഴുതി വെച്ചിട്ടുള്ളത് ഈ A.O. ഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള വില്യം വെഡർബോൺ ആണ്. അപ്പോൾ ഞാൻ ആ കോൺഗ്രസ് ആണ് പിന്നീട് എന്നു മുതലാണ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ രാജ്ഞിക്കും രാജാവിനും പാദസേവ ചെയ്യുന്ന, അവർക്ക് ദീർഘായുസ് നേർന്നുകൊണ്ടുള്ള പ്രമേയങ്ങൾക്ക് പകരം പിന്നീട് ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് മാറിയതെന്ന് ചോദിച്ചാൽ തിലകന്റെ കാലഘട്ടം മുതലാണ്. ബാലഗംഗാധര തിലകൻ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വന്ന കാലഘട്ടം മുതൽ നമുക്ക് കോൺഗ്രസിൽ ഒരു വലിയ വ്യത്യാസം കാണുകയും ദേശീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ കാലഘട്ടം വന്നതോടുകൂടി അതൊരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറുകയും ചെയ്തു. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ട് മാറി, എല്ലാവരുടെയും പ്രസ്ഥാനമായിട്ട് മാറി. ഇത് ഒരു കാര്യം. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറയാൻ കാരണം? കോൺഗ്രസ് ആണ് ഇതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയാൻ കാരണം, കോൺഗ്രസ് മുസ്ലിം, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു RSS ആണ് എന്നൊക്കെ പറയുണ്ടായി, ഹൈന്ദവ സംഘടനകളാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ വിഭജനത്തിന്റെ വിത്ത് എന്നാണ് വിതയ്ക്കപ്പെട്ടത്? വിഭജനം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു 1906 മുസ്ലിം ലീഗിന്റെ സ്ഥാപനം. ആ മുസ്ലിം ലീഗിന്റെ സ്ഥാപനത്തോടുകൂടി ലോർഡ് മിന്റോവിന് സമർപ്പിച്ച, ആഗാഖാന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച ഒരു നിവേദനമുണ്ട്. ആ നിവേദനത്തിൽ കൃത്യമായി തങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അവകാശങ്ങളിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, പ്രത്യേക സമ്മതിദാനാവകാശം, സർക്കാർ സർവീസിൽ, ജുഡീഷ്യറിയിൽ, യൂണിവേഴ്സിറ്റി സെനറ്റിൽ, സിൻഡിക്കേറ്റിൽ തുടങ്ങിയിട്ടുള്ളതിലൊക്കെ ഞങ്ങൾക്ക് പ്രത്യേക സംവരണം. അപ്പോൾ പ്രത്യേക വോട്ട്, പ്രത്യേക സമ്മതിദാനാവകാശം, പ്രത്യേക നിയോജക മണ്ഡലം, മതാടിസ്ഥാനത്തിൽ പ്രത്യേകം ഞങ്ങൾ വേറെയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിവേദനം സമർപ്പിച്ചത്. അത് 1906 ലീഗ് സ്ഥാപിച്ച ആ സമയത്ത് കൊടുത്തതാണ്. എന്നാൽ അതിനു മുൻപ് 1879-80 കാലഘട്ടത്തിൽ സർ സയ്യദ് അഹമ്മദ് ഖാൻ, നമ്മുടെ അലിഗഡ് സർവകലാശാലയുടെ സ്ഥാപകൻ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അതായത് ഈ ഇന്ത്യ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയും എങ്ങനെയാണ് അത് ഒറ്റ രാഷ്ട്രമായിട്ട് മാറുക? എങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുമിച്ച് ഒരു രാഷ്ട്രത്തിൽ കഴിയാൻ സാധിക്കുക?
എന്ന് ചോദിച്ച ആളുടെ പേര് സർ സയ്യദ് അഹമ്മദ് ഖാൻ എന്നാണ്. സർ സയ്യദ് അഹമ്മദ് ഖാന്റെ ആ പ്രസ്താവന നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ സർ സയ്യദ് അഹമ്മദ് ഖാനെ പോലുള്ള മുസ്ലിം നേതാക്കന്മാർ 1879-80 കാലഘട്ടം മുതൽ തന്നെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരു രാഷ്ട്രമായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതിനുശേഷം നമുക്ക് 1906 മുസ്ലിം ലീഗിന്റെ സ്ഥാപനവും മുസ്ലിം ലീഗിന്റെ സ്ഥാപനത്തിൽ ആ മുസ്ലിം ലീഗ് സമ്മേളനങ്ങളിൽ 1906 കാലഘട്ടത്തിൽ ലീഗിന്റെ സ്ഥാപനത്തിന് ശേഷം ലീഗ് നടത്തിയ സമ്മേളനങ്ങളിൽ വിതരണം ചെയ്യുന്ന ലഘുലേഖയുണ്ട്. ഒരു സാമ്പിൾ ഞാൻ ഇവിടെ വായിക്കാം. ആ സാമ്പിൾ ഉദ്ധരിക്കുന്നത് ഞാൻ നേരത്തെ ഇവിടെ R.C. മജൂംദാറിന്റെ ഒരു പുസ്തകം ഉദ്ധരിച്ചല്ലോ സേനാപതി വേണു, ഫ്രീഡം മൂവ്മെന്റിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള R.C. മജൂംദാറിന്റെ ആ പുസ്തകം. ആ പുസ്തകത്തിലെ ഭാഗമാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയാമോ? എ മുസൽമാൻസ് എറൈസ് എവേക്ക്, do not read in the same schools with the Hindus, do not buy anything from a Hindu shop, do not touch any article manufactured by Hindu hands, do not give any employment to a Hindu, do not accept any degrading office under a Hindu. You are ignorant, but if you are acquire knowledge, you can at once send all Hindus to Janam, അതായത് hell, നരകത്തിലേക്ക് അയക്കാൻ പറ്റുമെന്നാണ്. ഞാനിതിന്റെ മലയാളം തർജ്ജമ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ പുസ്തകം, ഈ ലഘുലേഖ ഇങ്ങനെ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത് R.C. മജൂംദാറിന്റെ ഹിസ്റ്ററി ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ വോള്യം 11 പേജ് 54-55. സേനാപതി വേണു, ഞാൻ ചരിത്രം വായിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ചരിത്രം R.C. മജൂംദാറിന്റെ താങ്കൾ ഉദ്ധരിച്ച അതേ പുസ്തകത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ആരാണ് ഞങ്ങൾ? വേറെയാണ്, ഞങ്ങൾക്ക് പ്രത്യേക അവകാശമുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ മതാടിസ്ഥാനത്തിൽ വേറെയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ലീഗിനെ കുറിച്ച്